ഹായ് ഗായ്സ്, സുഹൃത്തുക്കളെ, സന്തോഷമായിട്ടിരിക്കല്ലോ എല്ലാവർക്കും. ഈ വർഷത്തെ നല്ലൊരു ഗുഡ് ഈവനിങ് പറയുകയാണ്. ഈ വർഷത്തെ 2025 ആദ്യത്തെ വീഡിയോ എടുക്കുകയാണ്. സുഖമില്ല, പനിയായിരുന്നു കുറച്ച് ദിവസമായിട്ട്, അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ മകൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് മീനച്ചാർ വേണമ്മ, ചമ്മന്തിപ്പൊടി വേണം. നാൾ കൊണ്ട ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ബാക്കിയുള്ളവർ കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടി അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മച്ചുണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ സുഖമില്ലാതായതുകൊണ്ട് എനിക്ക് ചമ്മന്തിപ്പൊടി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഇവിടെ പ്രസവിച്ച് കിടന്നുണ്ട് ടീം പോയപ്പോൾ കുറച്ച് ഇറച്ചി കിട്ടി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് ബീഫ് അച്ചാർ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബീഫ് അച്ചാർ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ. അപ്പോൾ ഇറച്ചി രാവിലെ തന്നെ കഴുകി ഒക്കെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും ഗരം മസാലയും ഉപ്പും മഞ്ഞളും ശകലം മല്ലിപ്പൊടിയും കരിവേപ്പിലും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അവൻ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ കഴിയെങ്കിൽ. പക്ഷേ മക്കളല്ലേ, അവർ പോവല്ലേ, ഇനി കുറച്ച് 1-2 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അവർ പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കാഞ്ഞാൽ നമുക്കൊരു വിഷമമില്ല. അവർ പോയാൽ പിന്നെ ബാംഗ്ലൂരല്ല, ഭയങ്കര ചിലവുള്ളൊരു രാജ്യമല്ല. എന്തായാലും അപ്പോൾ നമ്മൾ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇറച്ചി ഇതാ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാടൻ കരിവേപ്പില, എൻ്റെ കരിവേപ്പ് മരത്തിലെ കരിവേപ്പ് തന്നെയാണ്. പിന്നെ ക്രഷ് ചെയ്യാത്ത കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ സുറുക്കി. അപ്പോൾ തയ്യാറാക്കണ വിധം എന്ന് വെച്ചാൽ ഈ വിധം പൊരിച്ച് കോരിയിട്ട് ഇതിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് മാറ്റും. എന്നിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഈ ഉള്ളി ക്രഷ് ചെയ്യാത്ത ഉള്ളിയാണ് കേട്ടോ. അത് മൂത്ത് വന്ന സമയത്ത് കരിവേപ്പില ഇട്ട് മസാലപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് പിന്നെ പാകത്തിന് വിനാഗിരിയും ചേർത്തിട്ട് എന്ത് ചെയ്യും, നമ്മളങ്ങോട്ട് വാങ്ങി വെക്കും. എന്നിട്ട് പിന്നെ ചൂടാറിയിട്ട് അവന് പാത്രത്തിലാക്കി കൊടുക്കാം. ഇൻഷാ അല്ലാഹ് ചെറിയൊരു വീഡിയോ, വലിയ വീഡിയോ ഒന്നുമല്ല. എന്നാലും കുറച്ച് ദിവസമായി നമ്മളതിൽ കണ്ടിട്ട് പറഞ്ഞിട്ടൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഞാനൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നതും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക മറക്കണ്ട എല്ലാവരും കേട്ടോ. എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.